പാണ്ഡ്യാല ഷാജി, ഇവിടെ പാർട്ടി പ്രതിരോധം തീർക്കുന്നുണ്ട്, ആസൂത്രിതമായ നീക്കമെന്നും രാഷ്ട്രീയ പ്രേരിതമെന്നും പറഞ്ഞ് ഒരു ഭാഗത്ത്. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെയോ ഇ.പി. ജയരാജന്റെ മകനെയോ ഒക്കെ നേതാക്കളുടെ മക്കൾ എന്തെങ്കിലും കേസിൽപ്പെട്ടാൽ അതിന് പാർട്ടി എന്തു വേണം എന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം. പക്ഷേ അത് ഇവിടെ കാണുന്നില്ല. 2, CMRL കമ്പനി വീണ വിജയൻ വഴി മുഖ്യമന്ത്രിയിലേക്ക് എന്നതായിരുന്നോ നിലപാട്? അതോ നേരിട്ട് മുഖ്യമന്ത്രി തന്നെ അതിന് ഇടനിലക്കാരിയായി വീണ വിജയൻ വഴി എന്നുള്ളത് തന്നെയായിരുന്നോ തീരുമാനിച്ചിരുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? അല്ലാതെ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ള തലത്തിലേക്ക് നമുക്ക് വായിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അതിലേറ്റവും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞതാണ് സ്വപ്ന സുരേഷ് എനിക്ക് അറിയില്ലെന്ന് ഉളുപ്പില്ലാതെ അയാൾ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞതാണ്. ഉളുപ്പില്ലാതെ അയാൾ പറയാണ് എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല. നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റൂ അത്തരം ഒരു പ്രസ്താവന ഒരാൾ നടത്തുന്നത്. അയാൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയും പിന്നെ സ്വപ്ന സുരേഷും പരിവാരങ്ങളും അയാളുടെ ഭാര്യയും മക്കളും എല്ലാം ഇരുന്നിട്ട് എത്രയോ പിന്നെ ഫോട്ടോഗ്രാഫ്സ് നിലവിൽ കിട്ടാനുണ്ട് ആ ക്ലിഫ് ഹൗസിനകത്തുള്ളത്. അപ്പൊ ഇതെല്ലാം കിട്ടുമ്പോൾ പോലെയാണ് അയാൾ നിയമസഭയ്ക്ക് വെച്ച് 140 നിയമസഭാ സാമാജികന്മാരിൽ അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ. പക്ഷെ എങ്കിൽ പോലും അവരെ മുഴുവൻ തന്നെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇയാൾ ഒരു പ്രസ്താവന നടത്തുന്നത്. ആ പ്രസ്താവന നടത്തുമ്പോഴാണ് ഇയാൾ കരിമണൽ സംഭവത്തിനകത്ത് കർത്തയെടുത്ത് വാങ്ങി എന്ന് പറഞ്ഞ അതിനകത്ത് കൊള്ളയടിച്ചു എന്ന് പറയുന്ന തുക അതും നമ്മുടെ ഭാവനക്കപ്പുറത്തുണ്ടായിരിക്കുന്ന പണമാണ്. ഇപ്പൊ നമ്മളിപ്പോ കുറവണ്ടൽ ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ കരിമണൽ ഖണ്ഡം പറയുന്ന അവിടുത്തെ ആ ധാതു സമ്പത്ത് അവിടുന്ന് കൊള്ളയടിക്കാതിരിക്കാൻ ബ്രിട്ടീഷുകാരുള്ള കാലത്ത് പോലും അതിൽ എത്രയേറെ താല്പര്യം കാണിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ശരിക്ക്. ഈ കേരളത്തിനകത്ത് കോവിഡ് കത്തിപ്പടർന്ന് നിൽക്കുന്ന കാലത്താണ് അതിന്റെ ആനുകൂല്യത്തിന് ഇയാൾ പറയാണ് കുരങ്ങിന് വെള്ളം കൊടുക്കണം, അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കണം, കോഴിക്കൂട് അടച്ചിടണം, ഇങ്ങനെ എല്ലാം പറഞ്ഞ ആടുകളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ് താനെന്ന് വരുത്തി തീർത്തിട്ടാണ് തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന എന്ത് ചെയ്തത്? ഈ കരിമണൽ ആ ബണ്ട് പൊളിച്ചു കൊടുത്തത്. അത് പൊളിച്ചതിലൂടെയാണ് എത്രയോ കോടി ഉറുപ്പികയുടെ കരിമണലാണ് അന്ന് അവിടുന്ന് ഖനനം ചെയ്ത് എടുത്തുകൊണ്ടുപോയത്. അപ്പൊ ഇതിങ്ങനെ ഈ പെരും പിന്നെ കൊള്ള ഇങ്ങനെ നടത്തുമ്പോൾ ഒരു വലിയ ദുരന്തം ഇന്ത്യയിലെമ്പാടും ലോകമെമ്പാടുമുള്ള ഒരു വലിയ ദുരന്തത്തിന്റെ സമയത്ത് പോലും ഇയാൾ ഹാർവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെ ഈ പാർട്ടിക്ക് ഇനി അയാളെ താങ്ങുക സാധ്യമല്ല. പ്രകാശ് കാരാട്ട് ബഹുമാനപ്പെട്ട പ്രൊഫസർ പറഞ്ഞ പോലെ പിന്നെ അയാൾക്ക് വേറെ വഴിയൊന്നുമില്ല, വേറെ ഒരു വഴിയുമില്ല അയാൾ ഇതിങ്ങനെ പിന്നെ ശിവാജിന്റെ പണിയെടുത്ത് ഇങ്ങനെ പറയൽ മാത്രമാണ്. പക്ഷെ എങ്ങനെ പറഞ്ഞാൽ പോലും ഇയാളെ ഇനി പാർട്ടിക്ക് കൊണ്ടുകിടക്കാൻ സാധ്യമല്ല. കാരണം ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് തന്നെ വന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് DYFIക്ക് യൂണിറ്റ് പോലും ഇല്ല എന്നാണ്. ഈ റഹീമിന്റെ പണിയെത്തുന്ന DYFI അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കുന്ന റഹീമിന്റെ പണിയെത്തുന്ന SFIക്കകത്ത് അതിനേക്കാൾ കുത്തഴിഞ്ഞ അവസ്ഥയായി മാറിയിരിക്കുന്നു. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിത്തീരാൻ സംഘടനയെ സമ്പൂർണ്ണമായി ദുർബലപ്പെടുത്തിയത് ആര്? ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. 24 വർഷങ്ങൾക്ക് മുൻപ് 25 വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ ഈ പാർട്ടിയുടെ ഏകഛത്രാധിപത്യത്തിലേക്ക് വന്നതോടുകൂടിയിട്ടാണ് ഈ പാർട്ടിയുടെ സമ്പൂർണ്ണമായ നാശത്തിലേക്ക് ഇയാൾ ഇതിനെ നയിച്ചത്. കാരണം അത് നയിക്കേണ്ടത് എന്തിനായിരുന്നോ? ഈ പാർട്ടിക്കകത്ത് ഇയാൾക്കെതിരെ ഒരു വിമത ശബ്ദം ഉണ്ടാവാൻ പാടില്ല, ഒരു വിയോജിപ്പിന്റെ ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാകാത്ത ഒരവസ്ഥ നിർമ്മിച്ചുകൊണ്ടാണ് ഈ തീവട്ടിക്കൊള്ള മുഴുവൻ ഇയാൾ നടത്തിയത്. നിങ്ങൾ തിരിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കേരളത്തിനകത്ത് ഇതുപോലെ ആർഭാടപൂർണമായി പിന്നെ ധിക്കാരത്തോടെ പിന്നെ ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ട് കേരളത്തിനകത്ത്? ഏതെങ്കിലും ഒരാൾ ഇതില്ലോ? നമ്മൾ സാധാരണ പറയാനുള്ളത് കരുണാകരനാണ്. ഇത്ര അസംബന്ധവും ആഭാസവും ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ അയാൾ സ്പീഡ് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ അസംബന്ധങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇതൊന്നുമില്ലാതെ നടന്നു പോയിക്കുന്നവരും ഇതൊന്നുമില്ലാതെ സാധാരണ അംബാസഡർ കാറിനകത്ത് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഉള്ളയാളെ മുഴുവൻ കാറിനകത്ത് വലിച്ചേറ്റി പോയിരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായില്ലേ? ആ മുഖ്യമന്ത്രിയുടെ പേരിലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അതുപോലെ വി എസ് അച്യുതാനന്ദൻ ഒരു നയാ പൈസയുടെ കറപ്ഷൻ ബി എസ് മന്ത്രിസഭക്കെതിരായിട്ടോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞോ? ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് മുഴുവൻ തന്നെ ഇപ്പുറത്തേക്ക് കേന്ദ്രീകരിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയെ സമ്പൂർണ്ണമായ നാശത്തിലേക്ക് നയിച്ച ഒരേ ഒരാൾ. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇയാള് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയായി ചുമതലയെടുക്കുന്ന സമയത്ത് ഞാൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ PRO ആണെന്നല്ലോ. ഞാൻ അന്ന് എന്നോട് AKG സെന്ററിനകത്ത് നിന്ന് എന്റെ വടകരടുത്തിരിക്കുന്ന സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് ഇയാള് പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ഫ്ലോറിനകത്ത് പറഞ്ഞതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ആവാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത്ഭുതമായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വിളിച്ച് എന്റെ വീട്ടിലെ 382608 അതിൽ വിളിച്ച് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, പിന്നെ അച്ഛൻ ഇയാളിങ്ങനെ പാർട്ടി സെക്രട്ടറി ആവാൻ പോകുന്നതാണെന്നോ. അപ്പൊ എന്നോട് അച്ഛൻ വീണ്ടും ചോദിച്ചു, നീ ഒന്നുകൂടി അന്വേഷിച്ചാട്ടേ പറഞ്ഞു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ PA ആയി ജോലി ചെയ്യിക്കുന്ന വേണുണ്ട്, വേണു
വേണുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സംഭവം വേണു ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. വേണു പറഞ്ഞു, മാഷോട് പറയണം വൈകുന്നേരം 4 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും, പാർട്ടി സെക്രട്ടറി അന്ന് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പറയാതെ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ട്, ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും. ഒപ്പം എന്ത് ചെയ്യുമെന്ന് അറിയോ? അയാളുടെ കഥയും കഴിക്കും. അയാളെന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ. ഇത് രണ്ടും ഈ കേരളത്തിൽ സംഭവിച്ചു. ഇതുപോലെ പാർട്ടിയെ നശിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളെയാണ് തനിക്ക് ഇഷ്ടമല്ലാത്ത എത്ര ആളുകളോ ഇവൻ ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയത്. എത്ര ആളുകൾ ഇവൻ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളി അല്ലേ? ഇവരെല്ലാം തന്നെ ഈ പാർട്ടിയുടെ അസറ്റ് ആയിരുന്നില്ലേ? ഈ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും സ്വന്തമായ ചിന്തയുമുള്ള എത്ര ആളുകൾ ഇവർ ഈ പാർട്ടിയിൽ ഇൻഡക്ട് ചെയ്ത് കൊണ്ടുവന്നു ഇയാൾ പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, ലുംബൻ ലീഡേഴ്സ് എന്നെ വളരെ ക്ഷുഭിതരായിട്ട് വികാരപരമായിട്ട് ഞാൻ പറയാം. ലുംബൻ ലീഡേഴ്സിനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ ലുംബൻ ലീഡേഴ്സിന്റെ ചൈത്രയാത്രയിലാണ് 175ഓളം പ്രതിനിധികളെ കൂടി മധുര പാർട്ടി കോൺഗ്രസിൽ പോയത്. നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തത്? ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗൗരവതരമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അതിർത്തിട്ടില്ല. പകരം ഈ കേരളത്തിൽ ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന വിദ്വാൻ പറഞ്ഞെന്താ, ഈ കേരളത്തിന്റെ ഇയാൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ എന്താ പറയാ വികസന പദ്ധതികൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാക്കണമെന്ന്. അതിനർത്ഥം എന്താണ്? ഇതുപോലെ കറപ്റ്റായിരിക്കുന്ന, ഇതുപോലെ വൃത്തികേട്, ഇതുപോലെ ഡീക്കേഡ് ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പേരിൽ വ്യാപിപ്പിക്കണം എന്ന് പറയാൻ ഉറുപ്പില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു വിദ്വാനാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി അതിനകത്ത് പോയത് അല്ലേ? നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇതുപോലും ഈ പാർട്ടി ഇതുപോലെ പത്രങ്ങൾ വാർത്തയാക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇയാൾ ഈ പാർട്ടി എവിടത്തേക്കാണ് നയിക്കുന്നത്. സത്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും ഈ പാർട്ടി ഇതുപോലെ നശിച്ചു പോകുന്നതിൽ സങ്കടവും വേദനയുള്ള ആരെങ്കിലും ചാവിട്ടി പുറത്താക്കണം. ഇയാളെ പാർട്ടിക്കകത്തുനിന്ന് ചാവിട്ടി പുറത്താക്കണം. ഇല്ലെങ്കിൽ എന്താ അറിയാം, ഇല്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടി ഇല്ല, അത് വേറെ വിഷയം. അവസാനത്ത് ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഈ പാർട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ ഏക മാർഗം അത് മാത്രമാണ്. അവസാനം എന്താവും അറിയോ? ഈ പാർട്ടിക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാക്കുമ്പോൾ ഇവനേക്കാൾ പെരുങ്കള്ളനായി വരാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പോലെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കാനുള്ള ചരട് വലിക നടത്തുന്നു എന്നാണ് മധുരയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പൊ ഇത്രമാത്രം അതായത് നിങ്ങൾ ഒതുങ്ങാത്ത പകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ. ഈ ഒടുങ്ങാത്ത പകയുണ്ടാകുമ്പോൾ ഈ CMR ഒറ്റ മിനിറ്റ് ഇതിനകത്ത് ഒരു വിഷയം കൂടി വന്നല്ലോ. ഈ നേരത്തെ മാത്യു കുളനാടൻ ഈ വിഷയത്തിന് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു പരാമർശം ഉണ്ടായപ്പോ MV ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഇത് ഉണ്ടയില്ല വെടി, മാത്യു കുളനാടൻ ഉണ്ടയില്ല വെടിയുടെ മഹത്വം കണ്ടില്ലേ എന്ന്. ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ആ ഉണ്ടയില്ല വെടി ഇപ്പം തായി തീർന്നു, SFIയോട് അന്വേഷണം വരുന്നു, പ്രതിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് പീരങ്കി വെടിയായി മാറിയില്ലേ? ഗോവിന്ദന്മാരോട് പറയണം, പീരങ്കി വെടിയായി സ്കാറ്റർ ചെതറിപ്പോയില്ലേ? ഇങ്ങനെ ചെതറിപ്പോകാതെ അതുകൊണ്ടാ പറയുന്നത്, നുണ പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് സാധാരണയ്ക്ക് വിവേചന ബുദ്ധിയുള്ള മനുഷ്യർ പുറത്ത് ജീവിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളെ പോലെ അടിമകൾ മാത്രമല്ല പുറത്തുള്ള മനുഷ്യന്മാർ. അവിടെ സ്വയം ചിന്തിക്കാനും അറിയാനുമുള്ള ബോധമുള്ള ഓരോ ആളുകളും ഈ പാർട്ടി ആത്മനാശത്തിന്റെ വഴിയിലേക്കാണെന്നും അതിനെ നയിക്കുന്നത് ഈ ഒരൊറ്റ മനുഷ്യനും അയാളുടെ കുടുംബവുമാണ് എന്നും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഈ SFIയുടെ അന്വേഷണത്തിലൂടെ എന്നാണ്, അല്ലെങ്കിൽ പ്രതിപട്ടിക ചേർത്തതിലൂടെ എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. വേണം എന്തായാലും വിജിലൻസ് അന്വേഷണം മാസപ്പടിയിൽ വേണം എന്നുള്ളത് ഹൈക്കോടതി തള്ളിയപ്പോൾ വിജയാഹ്ലാദത്തിലായിരുന്നു CPM. അതിനാണ് കൃത്യമായൊരു തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശ്രീ B. ജയരാജ്, ഇനി എന്തു പറഞ്ഞ് പാർട്ടി പ്രതിരോധിക്കും? അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ പറയുന്നു എന്ന് പറഞ്ഞ് നിയമസഭയിൽ ചാടി എഴുന്നേൽക്കുന്ന മുഖ്യമന്ത്രി ഇനി എങ്ങനെ പ്രതിരോധിക്കും? ഇതിനകത്ത് പാർട്ടി പ്രതിരോധിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. മുഖ്യമന്ത്രിയെ ഉന്നം വെച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പാർട്ടി പ്രതിരോധിക്കും. SFIO അന്വേഷണം നടത്തിയ വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ ഉള്ള കേസുകൾ വീണ വിജയൻ നടത്തും. അല്ലാതെ അതിനകത്ത് പാർട്ടി ഇടപെടലുണ്ടാവില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കേസ് വന്നപ്പോഴും ഇതുതന്നെയായിരുന്നു പാർട്ടി നിലപാട്. അന്ന് വേറെ നിലപാടായിരുന്നു, ഇന്ന് വേറെ നിലപാടാണെന്നൊക്കെ ആളുകൾ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ കണ്ടതാണല്ലോ. ലാവ്ലിൻ എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങൾ ഒരാളെ നിരന്തരം വേട്ടയായിരിക്കൊണ്ടിരുന്നു. അതിനുശേഷം വന്നത് സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു. അതിനുശേഷം കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് ഒരു കമ്പനി പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പൊളിഞ്ഞ് താഴെ വീണു. അതിനുശേഷം വലിയ ഒരു വീട് കാണിച്ചിട്ട് ഇത് പിണറായി വിജയൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം നടത്തി. ഇത് കഴിഞ്ഞിട്ട് ഈന്തപ്പഴ കുരുവിനകത്ത് സ്വർണം കൊണ്ടുവന്നു, ഖുറാനകത്ത് പരിശുദ്ധ ഖുറാനകത്ത് സ്വർണം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങളുടെ പുറകെ എത്ര കേന്ദ്ര ഏജൻസികൾ വന്നു, എത്ര തവണ എന്തിന് കിഫ്ബിയിൽ വരെ കയറി ഇറങ്ങിയില്ലേ, അവിടുത്തെ ആളുകളെ വരെ ഹരാസ് ചെയ്തില്ലേ? എന്നിട്ട് ആരോപണങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയും BJPയും ആയിട്ട് നെക്സസ് ആണ്, അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുകയാണ്, നിർമ്മല സീതാരാമനും ഗവർണറും കൊണ്ടിരുന്ന്
BJPയും CPM-ഉമായിട്ട് നെക്സസ് ആണെന്നാണ് കോൺഗ്രസ്സുകാരുടെ ആരോപണം. മെയിനായിട്ട് അത്തരം ഒരു വിഷയം വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് രണ്ട് ന്യായമാണ്. ഇന്നിപ്പോൾ ഗോകുലം ഗോപാലേട്ടൻ്റെ റെയ്ഡ് നടത്തിയ സമയത്ത് അതിനെതിരെ VD സതീശൻ പ്രതികരിച്ചു. ഇത് ശരിയല്ല, ഇത് മറ്റേ എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള പകപോക്കലാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആ സമയം അദ്ദേഹത്തിന് അനുകൂലമല്ലാത്ത കേസുകൾ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. CBI അന്വേഷണത്തിൻ്റെ കാര്യത്തിലും കർണാടകയിൽ DK ശിവകുമാറിനെതിരെ CBI അന്വേഷണം നടത്തുമ്പം അത് തെറ്റായ ആരോപണമാണ്. അസമയം കേരളത്തിൽ അന്വേഷണം നടത്തുന്നത് അത് ശരിയായ ആരോപണമാണ്. സ്ഥിരമായി കേന്ദ്ര ഏജൻസികളും കേന്ദ്ര പോലീസും CBI തൊട്ടുള്ള SFI ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, ഇനി ഫെറ വയലേഷൻ കേസുകളായിക്കോട്ടെ, FEMA വയലേഷൻ കേസുകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ചട്ടുകമായി വെച്ചുകൊണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ വേട്ടയാടുന്നത് പുതിയ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഇതിപ്പോൾ നേരത്തെ ഇത് മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കറിയാം. അത് ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദ്രോണാചാര്യരെ കൊല്ലണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അത് പറയാൻ പറ്റാത്ത ധർമ്മപുത്രരെ കൊണ്ട് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറയുന്ന സമയത്താണല്ലോ ശ്രീകൃഷ്ണൻ ഇത് ഊതുന്നത്, ശംഖു ഊതുന്നത്. അപ്പോൾ കുഞ്ചര എന്ന് മാത്രമേ കേട്ടില്ല, അശ്വത്ഥാമ ഹത എന്ന് മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ ഹൃദയവേദനയിലാണ് ദ്രോണാചാര്യരെ വധിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സദ്ദാം ഹുസൈൻ്റെ കേസെടുത്താലും ആദ്യം ഉദയേയും കുസയേയും കൊന്നു. അപ്പോഴാണ് സദ്ദാം ഹുസൈൻ പൊതുരംഗത്തൊക്കെ തിക്രത്തിലൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് അമേരിക്കൻ സേനയ്ക്ക് അദ്ദേഹത്തിന് പിടികൂടുന്നത് വളരെ എളുപ്പമാവുകയും കുർദുകളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് തൂക്കിലിടുകയും ചെയ്തു. അതുപോലെ നേരിട്ട് ആക്രമിച്ചാൽ ഏൽക്കാത്ത ഒരാളെ മക്കൾ വഴി ആക്രമിക്കും. പുത്രദുഃഖം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ദുഃഖമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാർഗങ്ങളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിക്ക് ആൻഡ് സെലക്ട് ആയിട്ടുള്ള ഒരു കേസാണ്. ഇത്തരം കേസുകളിലെ എത്ര അന്വേഷണം 465 67 കേസുകളെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ SFIO പ്രതിപട്ടികയിൽ ചേർക്കുന്നതിന് മുൻപ് വീണാ വിജയനോട് വിശദീകരണം തേടിയിരുന്നല്ലോ. കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവർ പ്രതിപട്ടികയിൽ വന്നത്. പിന്നെ മുഖ്യമന്ത്രിയിലേക്ക് എപ്പോഴാണിത് നീണ്ടത്? നമുക്കറിയാം ഇതിൻ്റെ നാൾ വഴികളൊക്കെ. ഇത് ആദ്യം CMRL ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണത്തിലാണല്ലോ ഇത് മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനിലോട്ടുമൊക്കെ എത്തുന്നത്. അല്ലാതെ ആദ്യമേ ഈ തിരക്കഥ എഴുതി നേരെ മുഖ്യമന്ത്രിയിലേക്ക് വരാം, അതിനു മുൻപ് വീണാ വിജയനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ലല്ലോ അന്ന് ആദായ നികുതി വകുപ്പ് എങ്ങനെയാണ് ഈ CMRL 1.72 കോടി എക്സാലോജിക്കിന് കൈമാറിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് കടന്നത്. അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത്? ഇത് കിക്ക് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നികുതി കൊടുക്കണമെന്ന കാര്യമില്ലല്ലോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ് ആ കമ്പനി ഇവരുമായിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്താണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്ന് ഞാൻ പറയാതെ തന്നെ രോഹിണിക്ക് അറിയാമല്ലോ. ഒരു കമ്പനിയായിട്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ സേവനങ്ങൾ നൽകിയാലും നൽകിയില്ലെങ്കിലും പണം കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. ഇപ്പം ജനൻ TV-യിൽ അവിടെ ഒത്തിരി കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ആ കമ്പ്യൂട്ടേഴ്സ് ശരിയാക്കാനായിട്ട് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒപ്പിടുകയാണെങ്കിൽ മാസം തോറും 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ ഒന്നും കേടായില്ലെങ്കിൽ ഈ കമ്പനിക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് ഈ കമ്പനിയുമായിട്ട് CMRL-ആയിട്ട് ഉണ്ടായിരുന്നത്. സ്ഥാപനത്തിൽ പോയി ഫ്രിഡ്ജോ TVയോ വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങിക്കുമ്പോഴുള്ള ആനുവൽ മെയിൻ്റനൻസ് സ്കീമിന്റെ പരിധിയിൽ വരുന്ന ഒരു തുകയല്ല ഇത്. 5000-ഓ 6000-ഓ അല്ലെങ്കിൽ 1 ലക്ഷമോ ഒക്കെ വരെ പറഞ്ഞ് നമുക്ക് പ്രതിരോധിക്കാം. പക്ഷേ ഇവിടെ കോടികളാണ് മറിഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എന്ത് സേവനമാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ അതിന് എക്സാലോജിക്കിന് ഉത്തരമേ ഇല്ല. പവർ പോയിന്റ് പ്രസന്റേഷനോ MS വേർഡോ ഒക്കെയാണ്. എന്ത് സേവനം ഞാൻ പറഞ്ഞുതരാം. ശരി ഇതൊക്കെ നമ്മൾ ഒരുപാട് നാളായി ചർച്ച ചെയ്യുന്നതാണ്. എന്തായാലും ഇതെല്ലാം അല്ല, അത് തമാശയ്ക്ക് പറയുന്നതാണ്. അതിന് ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ രോഹിണി, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. എന്നെ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാൻ പറ്റുമെങ്കിൽ അനുവദിപ്പിക്കുക. ഒരു മിനിറ്റ് ഇത്ര ഒരൊറ്റ കാര്യം ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇതാണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. എന്തിനാണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞുതരാം. കോടിക്കണക്കിന് രൂപയുടെ കരിമണലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അതിന് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം വരും. ആ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കീനായിട്ട് നോക്കുന്ന ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് വയ്ക്കുന്നത്. അതിപ്പോൾ വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയുടെ ആദ്യത്തെ പേട്രൺ എന്ന് പറയുന്ന ആൾ പിന്നീട് മാറുകയൊക്കെ ഉണ്ടായി. അത് ലോകോത്തര നിലവാരമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇവരുടെ ഗാർഡിയനായിട്ട് നിന്നത് ഈ കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായതുകൊണ്ടാവും ഒരുപക്ഷെ CMRL അങ്ങനെ ഒരു
ഇത് എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് സേവനമാണ് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സേവനം. അതിൻ്റെ ലോജിസ്റ്റിക്സ് ഹെൽപ്പാണ്. ആ ലോജിസ്റ്റിക്സിനകത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ വീണ വിജയൻ്റെ കമ്പനി അവർക്ക് ഈ പൈസ തിരിച്ചടക്കേണ്ടി വരുമെന്നുള്ളൊരു വ്യവസ്ഥയും കൂടെ അതിനകത്തുണ്ട്. ശരി, എന്നിട്ട് ആ വ്യവസ്ഥ പാലിച്ചോ? ഇത്രയും വലിയ കമ്പനിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേസോടുകൂടി അതിനെ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു? ശരി, ഏത് അത് മറ്റൊരു പബ്ലിക് ഓഫീസിലേക്ക് അതിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി കാണും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പൊ സീസറിന്റെ ഭാര്യ സംശയരഹിതയായിരിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആരോപണം വരുന്നുണ്ട്, ഇനി അതുമായിട്ട് തുടരണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്റെ പേരിൽ താങ്കൾ പറഞ്ഞ ഈ സേവനവും കണക്കുകളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ വീണ വിജയന് ഈ CMRLന്റെ അധീനതയിലുള്ള മറ്റൊരു കമ്പനി എംപവർ ഇന്ത്യ പലിശരഹിത വായ്പയായി കൂടി കോടികൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും കൂടി വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും ഇതെല്ലാം SFIOയുടെ അന്വേഷണ പരിധിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്.